ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും മെയിൻ്റനൻസും കഴിഞ്ഞ് നമ്മൾ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് വന്നേക്കണത് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മളോട് ഫ്രീ സ്പേസ് റിക്വയർഡ് ഫോർ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ലാർജ് സ്കെയിൽ മെയിൻ്റനൻസ് നോട്ടീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് ഗൈസ്. ഗൈസ്, പിന്നെ നമ്മുടെ ലാർജ് സ്കെയിൽ മെയിൻ്റനൻസ് തുടങ്ങണത് അടുത്ത വീക്കാണ് ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തൊട്ടാണ് ലാർജ് സ്കെയിൽ മെയിൻ്റനൻസ് തുടങ്ങാറ്. പക്ഷേ ബുധനാഴ്ചയാണ് ഗൈസ് ഈ പ്രാവശ്യം ലാർജ് സ്കെയിൽ മെയിൻ്റനൻസ് തുടങ്ങണത്. അത് ഭയങ്കര ഒരു സംഭവമായി പോയി. വ്യാഴാഴ്ചയാണെങ്കിൽ ഗെയിം ഓപ്പൺ ആക്കി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഗൈസ്. പിന്നെ ഇന്ന് വന്നേക്കണ പാക്ക് നമ്മുടെ സ്പെയിൻ്റെ പാക്കാണ്. പിന്നെ വേറെ പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് അവസാനത്തെ പാക്കാണെന്നാണ് എനിക്ക് തോന്നണേ. 2024 അവസാനത്തെ പ്ലെയർ ഓഫ് ദി വീക്കാണ് ഗൈസ്. ഓക്കെ, നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. ഡിയാസ് ഉണ്ട്, അതുപോലെ തന്നെ റാഫീനിയൊക്കെ ഉണ്ട് ഗൈസ്. ഡിയാസ് ഉണ്ട്, റാഫീനി ഉണ്ട്, അങ്ങനെ കുറച്ച് നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പാക്ക് ഓപ്പണിങ്ങിലേക്കൊക്കെ വരാം. പിന്നെ വേറെ എന്താണ് വന്നിട്ടുള്ളത് ഗൈസ്? വേറെ പാക്കിൽ വേറെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഗൈസ് ഒബ്ജക്റ്റീവിനകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഒബ്ജക്റ്റീവിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. ഒബ്ജക്റ്റീവും പഴയ തന്നെയാണ്. ഓക്കെ ഓക്കെ ഗൈസ്, പിന്നെ ഇനിയിപ്പോൾ മാച്ച് നോക്കുവാണെങ്കിൽ ഗൈസ് പിന്നെ വേറെ എന്താണ് വന്നിട്ടുള്ളത് ഗൈസ്? പിന്നെ നമ്മുടെ കോയിൻ്റെ സെയിൽ വന്നെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുക ഗൈസ്. കോയിൻ്റെ സെയിലൊക്കെ വന്നെടുക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. എന്തായാലും നമ്മുടെ മെയിനായിട്ടുള്ള അപ്ഡേറ്റ് എന്തായാലും നെക്സ്റ്റ് വീക്ക് തന്നെ ഉണ്ട് ഗൈസ്. ഒരു ദിവസം മാത്രമാണ് അവർ മെയിൻ്റനൻസ് വയ്ക്കുന്നുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ ഒക്കെ 3 ദിവസം മെയിൻ്റനൻസ് വെച്ചിട്ടാണ് ഈ അപ്ഡേറ്റ് കൊണ്ടുവരാറ്. പക്ഷേ ഇത് ബുധനാഴ്ച ഒരു 3 മണിക്ക് ശേഷമാണ് ഇവർ അപ്ഡേറ്റ് വയ്ക്കണേ, അല്ല മെയിൻ്റനൻസ് വയ്ക്കണേ, ലാർജ് സ്കെയിൽ മെയിൻ്റനൻസ് ഗൈസ്. പിന്നെ മാച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ, ഇതിനകത്താണ് നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ കിടക്കണേ. അപ്പോൾ കളിച്ച് എന്തായാലും ഫ്രീ സ്പിന്നൊക്കെ എടുക്കുക ഗൈസ്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ കോയിൻ ഇവൻ്റ് ഒരു 50 ക്ലബ് കോയിൻ ഇവൻ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, ഇതിനകത്താണ് നമ്മുടെ 50 ക്ലബ് കോയിൻ്റെ ഇവൻ്റ് കിടക്കണത്. അപ്പോൾ അതും കളിച്ച് നിങ്ങൾ എന്തായാലും എടുക്കുക ഗൈസ്. പിന്നെ വേറെ എന്താ പറയാനുള്ളത് ഗൈസ്? വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോകാൻ ഗൈസ്. അപ്പോൾ നമ്മുടെ 24 ലാസ്റ്റ് പാക്കാണ് ഗൈസ്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, ടാർഗറ്റ് കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് ഇറക്കിയിട്ട് ആരെയും കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എവിടെ ഗൈസ്? ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കണ്ടോ? 11-ാം തീയതി നമ്മുടെ മെയിൻ്റനൻസ് സ്റ്റാർട്ടാവും ഗൈസ്. 12-ാം തീയതി എൻഡ് ആവും. അപ്പോൾ 11-ാം തീയതി ബുധനാഴ്ച ആയിട്ടാണ് ഗൈസ് വരുന്നത്. അപ്പോൾ അടുത്ത വീക്ക് ബുധനാഴ്ച ഒരു 3 മണിക്ക് ശേഷം എന്തായാലും നമ്മുടെ മെയിൻ്റനൻസ് തുടങ്ങും. 12-ാം തീയതി എപ്പോഴാണ് അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മെയിൻ്റനൻസ് എപ്പോഴാണ് തീരുന്നത്, നമുക്ക് ഗെയിമിലേക്ക് കയറാൻ പറ്റുന്നത് എപ്പോഴാണ് ഒരു പിടിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും സ്പേസൊക്കെ ഉണ്ടാക്കി വയ്ക്കുക ഗൈസ്. ഓക്കെ, അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല സംഭവങ്ങളൊക്കെ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നിങ്ങൾ മറ്റേ റോബർട്ടോ കാർലോസിൻ്റെ ആ എപ്പി പാക്കിൻ്റെ സ്പിന്നൊക്കെ നിങ്ങൾ കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ അത് ബുധനാഴ്ച രാവിലെ തന്നെ നിങ്ങൾ കറക്കാൻ നോക്കുക ഗൈസ്. അല്ലെങ്കിൽ 3 മണിക്ക് ശേഷം നിങ്ങൾ കറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ല ഗൈസ്, കാരണം മെയിൻ്റനൻസ് സ്റ്റാർട്ടാവും. അപ്പോൾ എന്തായാലും എനിക്കിനി ഒരു ഫ്രീ സ്പിന്നും കൂടി കിട്ടാനുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രീ സ്പിൻ എടുക്കാം ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിന്നാണ്. എനിക്ക് ടാർഗറ്റ് റാഫീനിയും അതുപോലെ തന്നെ ഡിയാസും ഈസ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ആരെ കിട്ടുമെന്ന് നോക്കാം. എന്തായാലും ഹെർവിഗോ നമ്മളെന്തായാലും ഫസ്റ്റ് ഫ്രീ സ്പിൻ എടുത്തിട്ടുണ്ട്. ആരാണ് ഹെർവിഗോ? ആരാണിത് ഗൈസ്? ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേതോ ഷൊട്ട പ്ലെയറാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആരാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ. വൈ കൊനാമി എന്തുകൊണ്ട് എനിക്ക് തന്നില്ല ഗൈസ്? എൻ്റെ ടാർഗറ്റ് ഡിയാസ് ആയിരുന്നു ഗൈസ്, പക്ഷേ എനിക്ക് സാധനം കിട്ടിയില്ല ഗൈസ്. ഇനി നമ്മുടെ ഒരു എപ്പിക് പാക്കും കൂടി ഉണ്ട് ഗൈസ്. അതും കൂടി നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്തേക്കാം. കിട്ടുന്നില്ല ഗൈസ്, അത് വേറെ കാര്യം. പിന്നെ ഗൈസ്, നമുക്ക് ഇതിനകത്ത് റോബർട്ടോ കാർലോസിനെ കിട്ടിയായിരുന്നു ഗൈസ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10 ട്രൈ എന്തോ ചെയ്തു. 10 ട്രൈ ചെയ്തിട്ട് എനിക്കൊരു തേങ്ങയും കിട്ടിയില്ല ഗൈസ്. പിന്നെ ഒരു ഒറ്റ ഫ്രീ സ്പിൻ എനിക്ക് ബുധനാഴ്ച ഡെയിലി ബൗൺസായിട്ട് ഫ്രീ സ്പിൻ കിട്ടിയപ്പോൾ ഞാൻ ചുമ്മാ കറക്കിയതാണ് ഗൈസ്. സാധനം അടിച്ചു. നമുക്ക് റോബർട്ടോ കാർലോസിന് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത ആരെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കാം. എന്തായാലും എല്ലാവരും ടാപ്പ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് കറക്കി നോക്കാം. ആരെങ്കിലും ഒരാളും കൂടി തന്നു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു ഗൈസ്.
അപ്പോൾ നിങ്ങൾക്ക് എപ്പിക് പാക്കൊക്കെ ഇറക്കിയിട്ട് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഗൈസ് എനിക്ക് ആ സെൻറ്റർ ഫോർവേഡിന് വേണമെന്നുണ്ട് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കുന്നൊരു പ്ലെയറാണെന്ന് എല്ലായിടത്തും കണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഫ്രീ സ്പിന്നിൽ ആരെ കിട്ടും ഗൈസ്. അടുത്തൊരു എപ്പിക് കൂടി അടിച്ചു കഴിഞ്ഞാൽ സീനായിരിക്കും ഗൈസ്. അപ്പോൾ 2 എപ്പിക്കാവും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെന്താ ഗൈസ്, അപ്പോൾ അപ്ഡേറ്റിന് ശേഷം എന്തൊക്കെ വരുമെന്ന് ഒരു പിടിയില്ല ഗൈസ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ അപ്ഡേറ്റിന് വേണ്ടി നല്ല വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാം. ഹെർവിഗോ എപ്പിക്കാണോ നോക്കാം. ഇല്ല ഗൈസ്, ഇത് എപ്പിക്കല്ല. ഓക്കെ ഗൈസ്, കളറും കാര്യങ്ങളും ഒന്നും മാറിയിട്ടില്ല, ഉള്ളിലും കളറില്ല ഗൈസ്. അപ്പോൾ ഇത് എപ്പിക്കല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു എപ്പി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ഗൈസ്. റോബർട്ടോ കാർലോസിനെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടി വരും. ഓക്കെ, അതെന്തായാലും ഒരു ബേസ് കാർഡായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ്, നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൽ എന്തായാലും ഒരു 100 രൂപ സ്പിൻ എടുക്കാം ഗൈസ്. ഡിയാസിന് എനിക്ക് വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഗൈസ്. പുള്ളിന് കിട്ടിക്കഴിഞ്ഞാൽ കിടിലായിരിക്കും. ഡിയാസ്, കൊനാമി പ്ലീസ്, ഡിയാസ് പ്ലീസ്, കൊനാമി പ്ലീസ് ഗീവ് മീ ഡിയാസ് പ്ലീസ്. 100 രൂപ ഞാൻ എന്തായാലും കൊടുക്കുകയാണ് ഗൈസ്. ഓക്കെ, 100 രൂപ നമ്മളെന്തായാലും സ്പിൻ എടുത്തിട്ടുണ്ട്. ഹെർവിഗോ പ്ലീസ്, കൊനാമി ഡിയാസ്. ആരാന്ന് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഉള്ളിൽ പച്ച കളറൊക്കെ കാണുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് ഡിയാസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. നമുക്ക് എന്തായാലും നോക്കാം. ഹെർവിഗോ, ഇതാരാണ്? ഗൈസ്, ഇറ്റാലി ലീഗാണ്. 99 നമ്പർ നെപ്പോളിയുടെ പ്ലെയറാണ് ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. ബൈ ഗൈസ്, ബൈ.